വീണ്ടും വാർത്തകളിലേക്ക്. എം.വി. ഗോവിന്ദന് രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമെന്നാണ് അതിരൂപതയുടെ വിമർശനം. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത ചോദിക്കുന്നു. അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. വീണ്ടും വിചാരമില്ലാതെ എം.വി. ഗോവിന്ദൻ സംസാരിക്കുന്നു എന്നും ആരോപണം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, എം.വി. ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനമാണ്. സബ് സ്റ്റാൻഡേർഡാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നയാളല്ല അദ്ദേഹം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. കൃത്യമായി മറുപടി നൽകുന്നു തലശ്ശേരി അതിരൂപത. തീർച്ചയായും കൃഷ്ണരാജ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഇത്തരമൊരു വിമർശനം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഉയർത്തിയത്. മാർ ജോസഫ് പാംപ്ലാനി അവസരവാദി എന്ന അധിക്ഷേപ രീതിയിലുള്ളൊരു പരാമർശം തന്നെയാണ് എം.വി. ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ഭാഗത്തു നിന്നും കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അതായത് കൃഷ്ണരാജ് പറഞ്ഞത് സബ് സ്റ്റാൻഡേർഡായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫിലിപ്പ് കവിയിൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇരിക്കുന്ന സ്ഥാനം ഏതാണെന്ന് ഓർത്തിട്ട് വേണം എം.വി. ഗോവിന്ദന്റെ ഒരു മറുപടി അല്ലെങ്കിൽ പ്രതികരണം എന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായി എം.വി. ഗോവിന്ദൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫിലിപ്പ് കവിയിൽ പറഞ്ഞിരിക്കുന്നത്. തിരുത്തണമോ എന്ന് എം.വി. ഗോവിന്ദൻ തന്നെ തീരുമാനിക്കട്ടെ. മൂന്നാം പിണറായി സർക്കാർ വരണോ വേണ്ടിയോ എന്ന് ഇവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്തരം പ്രസ്താവനകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സഭയിലിരിക്കുന്ന പിതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞാൽ അത് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമെന്നൊരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. മാത്രമല്ല DYFI നേതാക്കന്മാർ പോലും കഴിഞ്ഞ ദിവസം ഈ പാംപ്ലാനിയെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിനെയൊക്കെ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യാൻ ഒരു പിള്ളേരുടെ കളിയാണെന്ന് കരുതി അതിനെ പരിഗണിക്കാതെ വിട്ടു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു വിമർശനം നടത്തുമ്പോൾ അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഗോവിന്ദൻ ചാമിയെ പോലെ സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെ, അതായത് ഏത് രീതിയിലാണോ ഗോവിന്ദൻ മാഷ് വിമർശനം ഉന്നയിച്ചത് അതിൽ 10 മടങ്ങ് ശക്തിയിലാണ് തിരിച്ച് സഭയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൃത്യമായ മറുപടി, അതായത് ഓരോന്നിനും എണ്ണി കൃത്യമായ മറുപടി പറയുന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന് അത് നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഗോവിന്ദനെ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ശക്തമായൊരു വിമർശനം അടുത്ത കാലത്ത് സഭ ഉയർത്തുന്നത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവർ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. പത്രക്കുറിപ്പിൽ തന്നെ കൃത്യമായ മറുപടി ഈ എം.വി. ഗോവിന്ദന് നൽകിയിരുന്നു. ആ പത്രക്കുറിപ്പിലെ ഏതാനും വാക്കുകൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. കാരണം എം.വി. ഗോവിന്ദൻ്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേത് എന്നാണ് തലശ്ശേരി അതിരൂപത ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വായതിനു ശേഷം വേണോ ഇത്തരത്തിൽ പിതാക്കന്മാർ പ്രതികരിക്കുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം സഭ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികളെ ജോസഫ് പാംപ്ലാനി ശക്തിയുക്തം നേരത്തെ തന്നെ എതിർത്തിട്ടുണ്ട്. മാത്രമല്ല, ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചിൽ എന്താണ് തെറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മോട് സംസാരിച്ച ഫിലിപ്പ് കവിയിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു കാര്യം ചെയ്തു തന്ന അല്ലെങ്കിൽ ഉപകാരം ചെയ്തു തന്ന ആളുകളോട് നന്ദി പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിലെന്താണ് ഇത്ര ഭയക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇത്ര വിമർശനം ഉയർത്താവുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, സഭാപിതാക്കന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് അതിരൂപത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്, ശരി. എം.വി. ഗോവിന്ദന് രൂക്ഷ വിമർശനമാണ് തലശ്ശേരി അതിരൂപത നൽകുന്നത്. ജോസഫ് പാംപ്ലാനിക്കെതിരായ എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനം. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത്? അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നയാളാണ് എം.വി. ഗോവിന്ദനെന്നും വിമർശനത്തിലുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. ഇടവേള.